ഉറങ്ങും നേരവും ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. ഇത്ര നാളും അനുഭവിച്ച ടെൻഷൻ ഒക്കെ കുറഞ്ഞിരിക്കുന്നു. നാളെ മുതൽ തൻ്റെ പ്രണയം തൻ്റെ സ്വന്തമാണ്. വൈകിട്ട് ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ തന്നെ അച്ഛൻ ആക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുഖത്ത് പതിവുള്ള പുഞ്ചിരിയായിരുന്നു. അകത്തേക്ക് കയറിയതും അമ്മുവിൻ്റെ വക കളിയാക്കൽ. ഒരു ചിരിയോടെ മുറിയിലേക്ക് പോരുമ്പോൾ അവളുടെ മുഖം ആയിരുന്നു മനസ്സ് നിറയെ. കല്ലുവിൻ്റെ പിറ്റേന്ന് രാവിലെ ആയിരുന്നു ചടങ്ങ്. ദേവൻ്റെ വീട്ടിൽ വെച്ചാണ്. അതാണല്ലോ തറവാട്. മുത്തശ്ശിയുടെ ആഗ്രഹം. അംബരീഷും കുടുംബവും വന്നതോടെ അമ്മു നാണത്തിൽ നിന്നു. ആദ്യമായിട്ട് അവളിൽ അങ്ങനൊരു ഭാവം കണ്ട് അന്നും വിട്ടുനിന്നു കല്ലു. ഒടുവിൽ എന്നെ വീഴ്ത്തിയല്ലേ അമ്മൂസേ. കാതോരം അംബരീഷിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മുവിൻ്റെ മുഖം കൂടുതൽ ചുവന്നു. അവൻ്റെ വിരലിലേക്ക് മോതിരം അണിയിക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചിരുന്നു. അവൻ തൻ്റെ വിരലിൽ തൊട്ടപ്പോൾ നാണവും അവർക്കപ്പുറത്തായി നിരുന്ന ആദിയുടെയും കല്ലുവിൻ്റെയും ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിന്നു. പരസ്പരം മോതിരം അണിയിക്കുമ്പോൾ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. വിവാഹം തീരുമാനിച്ചത് 1 മാസത്തിന് ശേഷമായിരുന്നു. അധികം നീട്ടിവെക്കേണ്ടുന്നില്ല എന്നത് മുത്തശ്ശിയുടെ തീരുമാനം ആയിരുന്നു. ആദിയെയും കല്ലുവിനെയും ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു. തമാശക്കെങ്കിലും തൻ്റെ മകൾ പറഞ്ഞിരുന്ന ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചതിൽ അവരുടെ ഉള്ളിൽ ആദിയെ എടുത്തു നടന്നുകൊണ്ട് നിന്നെ ഞാനെൻ്റെ മോൾക്ക് കൊടുക്കും എന്ന് പറയുന്ന പട്ടുപാവാടക്കാരെ ഗിരിജ നിറഞ്ഞു നിന്നു. മുകുന്ദൻ്റെ ഉള്ളിലും ആ സമയം ഗിരിജയുടെ വാക്കുകൾ തന്നെ ആയിരുന്നു. തിരക്കുകൾ ഒക്കെ കഴിഞ്ഞു. അംബരീഷും വീട്ടുകാരും മടങ്ങിപ്പോയി. ആദിയും കല്ലുവും ഒരിടത്തിരുന്ന് സംസാരിച്ചപ്പോൾ അമ്മുവും അപ്പും രുദ്രയും ചുറ്റും കൂടി. പിറ്റേന്ന് അമ്മുവിനെയും കല്ലുവിനെയും കോളേജിൽ കൊണ്ടുവിടുമ്പോൾ ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ കല്ലുവിൻ്റെ അടുത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ കല്ലുവിൻ്റെ മുഖത്ത് നാണം നിറഞ്ഞൊരു പുഞ്ചിരി വിരിയും. ആദിയിലും. അന്ന് അമ്മു ധൈര്യമായിട്ട് അംബരീഷിനെ വായി നോക്കിയിരുന്നു. സ്വന്തം പ്രോപ്പർട്ടിയാണല്ലോ. ഇതിനോടകം തന്നെ കോളേജിൽ അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം പാട്ടായിരുന്നു. വൈകിട്ടും ആദ്യം തന്നെയാണ് അവരെ കൊണ്ടുവന്നതും. ദിവസങ്ങൾ മുന്നോട്ട് പോയതും 2 വീടുകളും കല്യാണ തിരക്കുകളിൽ പെട്ടു. ആദ്യ ഓഫീസും കല്യാണ വിളിയും ഓരോന്നായി തിരക്കിലായി. കല്ലുവുമായി ഒറ്റക്കുള്ള നിമിഷങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. അതിനു കാരണം സുധിയും അവന് 2 പേരെയും ഇത്തിരി വിശ്വാസക്കുറവും. അമ്മുവും അംബരീഷും ഇണപ്രാവുകൾ ആയി നടക്കുകയാണ്. കല്ലുവിന് സങ്കടം ഒന്നുമില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആദ്യേട്ടൻ്റെ ആകുമല്ലോ എന്ന സന്തോഷമാണ്. ഒരിക്കലും തനിക്ക് കിട്ടില്ലെന്ന് കരുതിയ തൻ്റെ പ്രണയം തന്നിലേക്ക് എത്തിയ സന്തോഷമായിരുന്നു അവൾക്ക്. അമ്മുവിനെ പറഞ്ഞേക്കുന്ന വിഷമം ഉണ്ടെങ്കിലും കല്ലു ആ വീട്ടിലേക്ക് വന്ന് കയറുന്നതിൻ്റെ സന്തോഷത്തിൽ ആയിരുന്നു ലളിത. ഒപ്പം മുകുന്ദനും. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് കല്ലു ആദിയെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അത്യാവശ്യമാണെന്ന് പറഞ്ഞതോടെ ആദിക്കൊരു ടെൻഷൻ കയറിയിരുന്നു. തറവാട്ടിലേക്ക് ചെന്നതും അവിടെ സുധി ഇല്ലായിരുന്നു. ദേവനോടും സരളയോടും ചിരിച്ചിട്ടവൻ കല്ലുവിൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നിൽ നിന്ന് അപ്പുവിൻ്റെ കളിയാക്കൽ കേൾക്കാം. സരള അവനെ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ടായിരുന്നു. മുറിയിൽ ചെല്ലുമ്പോൾ കല്ലു എന്തോ എഴുതുകയാണ്. കല്ലു. അവളുടെ കസാരയുടെ പുറകിൽ പോയി നിന്നിട്ട് അവൻ വിളിച്ചതും അവൾ എഴുന്നേറ്റു. മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റി വയ്യേ എൻ്റെ കല്ലൂന്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾ. എന്താടാ, എന്താ പറ്റിയേ? ഒരു പുഞ്ചിരിയോട് അവൻ ചോദിക്കവൾ മുഖം ഉയർത്തി നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ? ദേഷ്യമാവൂ എന്നോട്? എന്തിന്? നീ പറയാ ആദ്യേട്ടാ. അത് പിന്നെ കാര്യം പറ പെണ്ണെ. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. മടിയോടെ അവൾ പറഞ്ഞതും ആദിയുടെ കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായി.